എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വീണ്ടും മൂന്നാമതും വൈക്കത്ത് വടക്കുപുറത്ത് പാട്ടിന് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ 2 ദിവസം വന്നതിൻ്റെയും വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ലിങ്ക് അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കണേ. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇടത് ഭാഗത്തായിട്ട് നടക്കുന്ന കോടിയർച്ചനയാണ്. വ്യാഘ്രപാദ തറയിൽ അതിന് സമീപമുള്ള വ്യാഘ്രപാദ മണ്ഡപത്തിലാണ് ഈ കോടിയർച്ചന നടക്കുന്നത്. ഈ കോടിയർച്ചന തുടങ്ങിയത് മാർച്ച് 17-നാണ്. അതും ഏപ്രിൽ 12-ന് അവസാനിക്കും. അപ്പോൾ അന്ന് തൊട്ട്, അതായത് 27 ദിവസം 27 നക്ഷത്രങ്ങൾ, ആ ഓരോ ദിവസവും ഓരോ നക്ഷത്രത്തിനും വേണ്ടിയിട്ടുള്ള പൂജയാണ് നടക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെ റിസീറ്റ് എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നാൾ പറഞ്ഞ് ആ പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. ഓം പൂജ്യായ നമഃ. ഓം പരമേഷ്ഠിനേ നമഃ. ഓം വികർത്തനായ നമഃ. ഓം ഭീമായ നമഃ. ഓം ശംഭവേ നമഃ. ഓം വിശ്വരൂപായ നമഃ. അപ്പോൾ ഇത് ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും ബ്രഹ്മശ്രീ മേക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും നേതൃത്വത്തിലാണ് ഈ കോടിയർച്ചന നടക്കുന്നത്. ഇതിൽ വേദമന്ത്രങ്ങൾ സർവൈശ്വര്യത്തിനും, ഐക്യമത്യം, ഭാഗ്യസൂക്തം, മംഗല്യസൂക്തം, അഷ്ടോത്തരം, മഹാരുദ്രം, സഹസ്രനാമം, പഞ്ചാക്ഷരം, അങ്ങനെ ഓരോരോ വേദമന്ത്രങ്ങളാണ് ഇതിൽ പൂജയ്ക്കായിട്ട് ഈ തന്ത്രിമാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഭാഗഭാക്കായി ഭക്തജനങ്ങളൊക്കെ അവിടെ ഇരുന്ന് അതിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നതും കാണാം. വൈക്കം ക്ഷേത്രത്തിൽ ഇത് 5-ാം തവണയാണ് കോടിയർച്ചന നടക്കുന്നത്. ഇതിനു മുമ്പ് 4 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അത് 1977-ലാണ് ആദ്യം, പിന്നീട് 89-ലും 2001-ലും 2013-ലും കോടിയർച്ചന നടത്തിയിട്ടുണ്ട്. കോടിയർച്ചനയുടെ അവസാന ദിവസം സഹസ്രകലശമുണ്ട്. അത് ചെങ്ങഴുനീർ പൂവ് എന്നൊരു പ്രത്യേക ഇനം പൂവുമാണ് കലശത്തിൽ ഉപയോഗിക്കുക. തൃത്താല മലമേൽക്കാവ് ശാസ്താക്ഷേത്രത്തിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് 32 കൈകളോടെ വേതാളത്തിന് പുറത്തിരിക്കുന്ന ദേവീ രൂപം ദർശിക്കുവാൻ കളത്തിനരികിലേക്ക് പോകാം. വളരെ വലിയ ഒരു ക്യൂ ആയിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇത്തവണ ഭയങ്കര ആളായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും തിരക്ക് കൂടി വരികയായിരുന്നു. അങ്ങ് തെക്കേ നടയിൽ വരെ ക്യൂവിന് നീളമുണ്ടായിരുന്നു. എങ്കിലും ക്യൂ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുമുണ്ടായിരുന്നു. ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ്റെ ചെവിയിൽ നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് ഭഗവാനിൽ അറിയും, ഭഗവാനിലേക്ക് എത്തും, അങ്ങനെ അത് സാധിച്ചും കിട്ടുമെന്നുള്ളത് ഭക്തജനങ്ങളുടെ മറ്റൊരു വിശ്വാസം. ഈ കളത്തെക്കുറിച്ചും ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, അതുപോലെ ഈ ദേവീ രൂപം വരയ്ക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 1200 ചതുരശ്ര അടിയാണ് ഈ കളത്തിൻ്റെ വ്യാസം. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന 5 വർണ്ണങ്ങൾ പ്രകൃതിദത്തമാണ്. ഈ ഓരോ വർണ്ണത്തിനും ഓരോ നിറത്തിനും പ്രാധാന്യമുണ്ട്. ഔഷധ കൂട്ടുകൂടിയാണ് ഇത്. അതായത് വിശ്വാസവും അതുപോലെ മരുന്നും രണ്ടും ഇടകലർന്ന് ഉള്ള ഒരു സംഗതിയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുക. ഇതിലുപയോഗിച്ചിരിക്കുന്ന പച്ച നിറം കിട്ടുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാകയിലപ്പൊടി വയർ ശുദ്ധീകരിക്കുന്നതിന് വളരെ നല്ലതാണ്. അതുപോലെ ഉമിക്കിരി വിഷം തീണ്ടൽ ഒഴിവാക്കുന്നതിന് നല്ലതാണ്. മഞ്ഞൾ, അതുപോലെ അരിപ്പൊടി, ഇതൊക്കെ തന്നെ വയറിൻ്റെ ഔഷധപരമായി ഒരുപാട് ഗുണകരമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഈ കളമെഴുത്ത് പാട്ടിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു വടക്കുപുറത്ത് പാട്ടിന് ശേഷം വൈകിട്ട് രാത്രി 12 മണിയോടെ ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പ്രസാദം, ഈ പൊടി കളം മായ്ക്കലിന് ശേഷം അത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് നമുക്ക് സർവ്വരോഗവും നിവാരണത്തിനും വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണെന്നാണ് വിശ്വാസം. 32 കൈകളോടെ വേതാളത്തിന് മുകളിലിരിക്കുന്ന ദേവിയുടെ രൂപമാണ് ഈ കളത്തിൽ നിറഞ്ഞിരിക്കുന്നത്. ഇതിൽ വലതുവശത്തെ കൈകളിലെ ആയുധങ്ങൾ സംഹാരത്തിനുള്ളവയാണ്. ഇടതുവശത്തുള്ളവ അനുഗ്രഹത്തിനും സംഹാരത്തിനായി ഉപയോഗിക്കുന്ന വാൾ, ശൂലം, അസ്ത്രം തുടങ്ങിയ ആയുധങ്ങളാണ് വലതുഭാഗത്ത് വരച്ചിരിക്കുന്നത്. ഇടതുഭാഗത്ത് വെഞ്ചാമരം, ആലവട്ടം, കൊടി, രുദ്രാക്ഷമാല എന്നിവയാണ് കൈകളിലുള്ളത്.
വലിയൊരു ക്യൂ ആയിരുന്നെങ്കിൽ തന്നെയും എല്ലാവർക്കും ദേവിയെ തൊഴുതു മടങ്ങാൻ പറ്റി. ഒരു 11:30-12 മണിയോടെ ദർശനം പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കോടിയർച്ചനയും രാവിലത്തെ ഭാഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി വൈകുന്നേരമാണ് അത് പുനരാരംഭിക്കുക. അപ്പോഴേക്കും മറ്റൊരു ക്യൂ രൂപപ്പെട്ടു കഴിഞ്ഞു. അത് പ്രാതലിന് വേണ്ടിയുള്ളതാണ്. വൈക്കത്തെ പ്രാതൽ അതിവിശിഷ്ടമാണ്. അന്നദാന പ്രഭുവാണ് വൈക്കത്തപ്പൻ. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രമേ രാത്രിയിൽ നട അടയ്ക്കാറുള്ളൂ. അല്ലെ, വൈക്കത്തെത്തിയാൽ പ്രാതൽ കഴിക്കാതെ മടങ്ങരുതെന്നാണ്. അപ്പോൾ ഇന്ന് പ്രാതലും കഴിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇനി മടങ്ങുകയാണ്. 64 കൈകളുള്ള ദേവീ രൂപം ഏപ്രിൽ 13 കാണണമെന്ന് ആഗ്രഹമുണ്ട്. ദേവി അനുവദിച്ചാൽ കാണാം. അങ്ങനെ കാണാൻ പറ്റിയാൽ ഞാൻ വീഡിയോ ഇടാമേ. എല്ലാവരും കാണണേ.